ഓക്കെ മൈ ഡിയർ CA ഇൻട്രസ്റ്റ് സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 2024 അറ്റംപ്റ്റ് കൊടുക്കുന്ന കുട്ടികൾ നിർബന്ധമായും നോക്കിയിരിക്കേണ്ട ഏതൊക്കെ ഏരിയാസ് ഓരോ ചാപ്റ്ററും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഏരിയാസ് നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CA ഇന്റർലോയിലെ സെപ്റ്റംബർ അറ്റംപ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഏരിയാസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ജനുവരിയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഈ ഏരിയാസ് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനും പറ്റും. സോ ക്വിക്ലി കമ്മിങ് ഇൻ ടു ദ വീഡിയോ. ഫൈൻ. സോ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഗവൺമെന്റ് കമ്പനി, സ്മോൾ കമ്പനി, പ്രൈവറ്റ് കമ്പനി, അസോസിയേറ്റ് കമ്പനി, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്ക് സൈഡിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് പ്രൈവറ്റ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് സ്മോൾ കമ്പനിയുടെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ 5 ഏരിയാസിനും ഒരു ഇമ്പോർട്ടൻസോട് കൂടി നോക്കാം. എഗെയിൻ ഒരു ഡിസ്ക്രിമിനേറ്റ് പറയാണ്, ഈ ഏരിയാസ് മാത്രം നോക്കിയാൽ മതി എന്നല്ല ഒരിക്കലും ഞാൻ പറയുന്നത്. ഈ ഏരിയാസ് നിർബന്ധമായി നിങ്ങൾ നോക്കിയിരിക്കണം. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ബാക്കി ഏരിയാസ് നോക്കാം. ബട്ട് ഈ ഏരിയാസ് നോക്കാതെ നിങ്ങൾ സെപ്റ്റംബർ ടൈമിലേക്ക് പോകല്ലേ. കുറച്ച് സമയം കൂടെ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾ കവർ ചെയ്യാനുള്ള ടൈമുണ്ട്. ഈ ഏരിയാസ് നിർബന്ധമായും നോക്കുക. ഓക്കെ ആണോ? സെക്കൻഡ്ലി, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻകോർപ്പറേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ ചാപ്റ്ററിൻ്റെ അകത്ത് ഏതൊക്കെയാണ് നിർബന്ധമായി നോക്കേണ്ടത്? നെയിം ക്ലോസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പേരുമായിട്ട് ബന്ധപ്പെട്ട്, കമ്പനിയുടെ പേരിടുന്നവരുമായി ബന്ധപ്പെട്ട്. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ആ ഏരിയാസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ അത് മാർക്ക് ചെയ്തതിനു ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് പഠിക്കുക. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ നോട്ടിൽ നമ്മൾ നോട്ട് തന്നിട്ടുണ്ടാവും. ആ ഏരിയാസ് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് നോക്കുക. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. സെക്കൻഡ്ലി, സെക്ഷൻ 3A അൺലിമിറ്റഡ് ലയബിലിറ്റി, അതായത് നമ്മളെ സ്റ്റാറ്റുട്ടറി മിനിമത്തിലേക്കും കുറവാണ് നമ്മളുടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലയബിലിറ്റി എന്തായി മാറും? അൺലിമിറ്റഡ് മാറും എന്ന് പറയുന്ന പ്രൊവിഷനാണ്. പിന്നെ കമൻസ്മെന്റ് സെക്ഷൻ 10A INC 20A ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഷെയർ ക്യാപിറ്റൽ വന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പൈസ ഷെയർ ഹോൾഡേഴ്സ് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺഫേം ചെയ്യുന്നൊരു ഫോമും കാര്യങ്ങളുമാണ്. റീസെന്റ് വന്ന സെക്ഷനാണ്. 1% കമ്പനീൻ്റെ അകത്ത് നോമിനി, മെമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലാക്കുക. 1% കമ്പനിക്ക് വേറെ കമ്പനിയിൽ ഷെയർ എടുക്കാൻ പറ്റില്ല എന്നുള്ളതും, NBFC ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ മെമ്പർ, ഒരു സമയത്ത് മെമ്പർ നോമിനി ആയിരിക്കുമ്പോൾ ഒരാൾ മരണപ്പെട്ടു, പിന്നെ എവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ ഹി ഹാസ് സം ടൈം പീരീഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ 1% കമ്പനി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വെച്ചോ. ഡോക്ടറിൻസ്, അൾട്രാ വയർസും കൺസെപ്റ്റീവ് നോട്ടീസും ഇൻഡോർ മാനേജ്മെന്റും നന്നായിട്ട് വായിക്കുക. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആഷ്ബറി പോലുള്ള കേസ് ലോസ് നന്നായിട്ട് മനസ്സിലാക്കുക. സെക്ഷൻ 16 വരുന്നുണ്ട്. റെക്ടിഫിക്കേഷൻ ഓഫ് നെയിം പഠിക്കുക. എൻട്രൻസ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിക്കുക. അതുപോലെ തന്നെ സബ്സിഡി കമ്പനിക്ക് എപ്പോഴാണ് ഹോൾഡിംഗ് കമ്പനിയിൽ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, 3 സിറ്റുവേഷൻസ് ഉണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? വീഡിയോ കാണുന്നവർ പോസ് ചെയ്തിട്ട് ഇത് നോട്ട് ചെയ്തതിന് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ്, സ്റ്റെപ്പ് നമ്പർ 3ൻ്റെ അകത്ത് പ്രോസ്പെക്ടസിൻ്റെ അകത്ത് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്തായാലും പഠിക്കണം. ഇൻഫർമേഷൻ മെമ്മോറാണ്ടം നന്നായിട്ട് പഠിക്കണം. സെക്ഷൻ 447 പണിഷ്മെന്റ് പഠിക്കണം. ഡീംഡ് പ്രോസ്പെക്ടസ് പഠിക്കണം. വേരിയേഷൻ ഇൻ ടേംസ്, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പണം എടുത്തു വേറൊരു ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ആ ടേംസ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. നന്നായിട്ട് പഠിക്കുക. നോട്ട്ബുക്ക് തന്നിട്ടുണ്ട്, നോട്ട്ബുക്ക് വായിക്കുക. സിവിൽ ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി സെക്ഷൻ 34, 35, എബ്രിഡ്ജ് പ്രോസ്പെക്ടസ്, അതുപോലെ തന്നെ പണിഷ്മെന്റ് ഫോർ പേഴ്സണേഴ്സ് എന്ന് റീസെന്റ് ആയിട്ട് വന്നതാണ്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ 2.5% ഫോർ ഡിബഞ്ചേഴ്സ്, 5% ഫോർ ഷെയർസ്. നന്നായിട്ട് പഠിക്കുക. ഈ ഏരിയാസ് നോട്ട് ചെയ്യുക. പോസ് ചെയ്തോ നോട്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ പാരലി നോക്കിയിട്ട് ടിക്കറ്റ് പോവുക. ഞാൻ സ്പീഡായിട്ട് പറയുന്നത് എക്സാം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അധികം സമയമൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം സ്പീഡായിട്ട് ഏതൊക്കെ ഏരിയാസാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞുതരാണ്. നെക്സ്റ്റ്, ഷെയർ ക്യാപിറ്റലിനകത്ത് ബൈബാക്ക് ഓഫ് ഷെയർസ് ഇമ്പോർട്ടൻറ്റ് നോക്കിക്കോ. ഫോർജ് ട്രാൻസ്ഫർ നന്നായിട്ട് നോക്കിക്കോ. ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ നോക്കിക്കോ. ഡിബഞ്ചർ ട്രസ്റ്റിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളും ഫോക്കസ് ചെയ്തോ. ടെക്സ്റ്റ് ബുക്കിന് ബാക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തോ. ഓക്കെ. നെക്സ്റ്റ്, ഡിപ്പോസിറ്റിന്റെ അകത്ത് മെമ്പേഴ്സ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പ് 73 സബ്സെക്ഷൻ 2 ആണ്. പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്തെങ്കിലും സ്റ്റെപ്പ് 76. എലിജിബിൾ കമ്പനീന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഏതോ കമ്പനിയാണ് എലിജിബിൾ ആവുക എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം ഒക്കെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടാവും. അത് പഠിക്കുക. ഇനി എൻ്റെ ക്ലാസ് അത് കുട്ടികളാണെങ്കിൽ നിങ്ങളെ സാറ് ജയിപ്പിച്ചു തന്നിട്ടുണ്ടാവും, ടീച്ചർ ജയിപ്പിച്ചിട്ടുണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു എലിജിബിൾ കമ്പനീന്റെ ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എന്തല്ല ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു ഏരിയ ഉണ്ട്. അതിൽ തന്നെ എംപ്ലോയിന്റെ കേസ് വരുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ കേസ് വരുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇലസ്ട്രേഷൻസ് വരുന്ന ഏരിയാസ് ഉണ്ട്. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ്, ചാർജസിൽ നിങ്ങൾ നോക്കേണ്ടത് സെക്ഷൻ 79 മോഡിഫിക്കേഷൻ ഓഫ് ചാർജ് ആണ്. CHG3 ഫോം. സെക്ഷൻ 81 85 രജിസ്റ്റർ ഓഫ് ചാർജസ് പറയുന്നുണ്ട്. അതിൽ CHG7 പറയുന്നുണ്ട്. കമ്പനി കീപ്പ് ചെയ്യേണ്ട രജിസ്റ്ററിനെ പറ്റി നോക്കി വെച്ചോ. സിമിലർലി രജിസ്ട്രേഷൻ ഓഫ് ചാർജ് സെക്ഷൻ 77 ടാഞ്ചിബിൾ ആണെങ്കിലും ഇൻടാഞ്ചിബിൾ ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നോക്കണം. ഓൾസോ ചാർജസിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്, അതും കണ്ടോ. ഫ്ലോട്ടിംഗ് വേഴ്സസ് ഫിക്സ്ഡ് ആണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചു വെച്ചോ. ഫോംസ് CSG 1 മുതൽ 9 വരെയുള്ള ഫോംസ് പഠിച്ചു വെക്കുക. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ് സെക്ഷൻ 82, അതുപോലെ തന്നെ രജിസ്ട്രാർക്ക് സാറ്റിസ്ഫാക്ഷൻ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് സെക്ഷൻ 83. അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും സ്റ്റിൽ പിന്നീട് അയാൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്തോ.
ആഫ്റ്റർ ദാറ്റ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് ആനുവൽ റിട്ടേൺ സെക്ഷൻ 92 നല്ല രീതിയിൽ പഠിച്ചു വെച്ചോ, ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് വായിച്ചോ, പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളാണ് പോസ്റ്റൽ ബാലറ്റ് വഴി മാത്രം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് പഠിച്ചു വെച്ചോ. സർക്കുലേഷൻ സെക്ഷൻ 111 സാധാരണ കുട്ടികൾ വിടുന്ന ഏരിയയാണ്, നന്നായിട്ട് പഠിക്കണം. ചെയർമാൻ, AGM, EGM, കോറം, പ്രോക്സി തുടങ്ങിയ കാര്യങ്ങൾ അത് പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് വരാനൊരു സാധ്യത കാണുന്നുണ്ട്, നന്നായിട്ട് പഠിച്ചു വെക്കുക. സിഗ്നിഫിക്കന്റ് ബെനിഫിഷ്യൽ ഓണറിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഒരു ക്വസ്റ്റൻ ഉണ്ട്, നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. ഡിവിഡന്റ് അകത്ത് ഇപ്രാവശ്യം സെക്ഷൻ 126 അബയൻസിനും 127 പണിഷ്മെന്റിനും നല്ല ചാൻസ് കാണുന്നുണ്ട്. 127 പണിഷ്മെന്റ് നന്നായിട്ട് പഠിച്ചോ, ആ ഇൻട്രസ്റ്റ് പഠിച്ചോ, ഇംപ്രസ്മെന്റും പഠിച്ചു വെച്ചോ. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പണിഷ്മെന്റ് വരാത്തതെന്നുള്ള സാഹചര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോ. ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഒരു ഫ്ലോ ചാർട്ട് എടുപ്പുണ്ട്, നന്നായിട്ട് പഠിച്ചോ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഇത് ഡിവിഡന്റ് അകത്ത് 123, 124, 125, 126, 127 ആകെ 5 ഉള്ളൂ. പക്ഷേ 126നും 127നും കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു. 126 കുറേ ചോദിക്കാത്തത്. IEPFന്റെ ഭാഗത്ത് നിന്ന് IEPF ഏരിയ എന്നൊരു MCQ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വായിച്ചിട്ട് പോവുക. ഏതൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് വരുന്നത്, എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത്, ആരാണ് ചെയർമാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചോ. നെക്സ്റ്റ്, അക്കൗണ്ട്സ് കമ്പനി. അക്കൗണ്ട്സിൽ 135 CSR ഹൈ ചാൻസ് ആണ്. 134ന്റെ അകത്ത് ആരാണ് സൈൻ ചെയ്യേണ്ടതെന്നുള്ള ഭാഗം ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, നന്നായിട്ട് പഠിച്ചു വെച്ചോ. 136ൽ FSന്റെ കോപ്പീസ് പഠിച്ചു വെക്കുക. റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് വരുന്നുണ്ട് 130, 131 കൊണ്ട് അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ്. ഒന്ന് വേൾഡ് റിവിഷൻ ആണ്, മറ്റൊന്ന് ഇൻകം ടാക്സ് അതോറിറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെബിയോ ഒക്കെ പറഞ്ഞതുകൊണ്ട് വരുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റ പേജിൽ കാര്യം കൊടുത്തിട്ടുണ്ട്, ക്ലാസ്സിൻ്റെ ഇതൊക്കെ നോട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ പഠിച്ചു വെച്ചോ. 138 ലിമിറ്റ്സ് നന്നായിട്ട് പഠിച്ചു വെച്ചോ. ലിമിറ്റ്സ് വന്നിട്ട് അവർ അപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നുള്ള ഭാഗം നന്നായിട്ട് നോക്കുക. ലോണിന്റെ കാര്യം ശ്രദ്ധിച്ചോ, ഇയർ എൻഡിലുള്ളതല്ല, അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ആണ്, നന്നായിട്ട് പഠിച്ചോ. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ 137 ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ നമ്പർ 6 ഉണ്ട്, ചെയ്തോ എഴുതി പഠിച്ചോ. ഈ സെക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തോ. ഞാൻ പറയുന്നു, ഇത് മാത്രം പഠിക്കാനല്ല ഞാൻ പറയുന്നത്, ഇത് എന്തായാലും പഠിക്കണം. ഇതിന് പുറമെ ബാക്കി പഠിക്കുക, പക്ഷേ ഇത് വിട്ട് കളയല്ലേ, ഇത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സിനകത്ത് എല്ലാ സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. 139 മുതൽ 148 വരെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിൽ ക്യാഷ് വേക്കൻസി, റൊട്ടേഷൻ, പെനാൽറ്റി നോക്കി വെച്ചോ. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റൻസും നിർബന്ധമായിട്ടും ചെയ്തോ. ഇവിടെ ഞാൻ സെലക്റ്റീവ് ആയിട്ട് പോകുന്നില്ല. അടുത്തത്, ഫോറിൻ കമ്പനിക്കകത്ത് 379 വെരി ഇമ്പോർട്ടൻറ്റ്. 2 ക്ലോസ് 42 ഡെഫിനേഷൻ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ FC1, FC2, FC3 ഫോംസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. 380 ആണ്. 280 ആണ് കാണിക്കുന്നത്. 380 ആണ്. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻസും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, LLP ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ്, അൺലിമിറ്റഡ് ലയബിലിറ്റി ഡ്യൂ ടു ഫ്രോഡ്, സ്മോൾ LLP, ഡെസിഗ്നേറ്റഡ് പാർട്ണർ. ഇവിടെയും ഐ വുഡ് സേ സെലക്റ്റീവ് ആയിട്ട് പോകേണ്ട, ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒന്ന് നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ക്വസ്റ്റൻസ് ചെയ്യുന്നത് നന്നാകും. സിമ്പിൾ ടോപ്പിക് ആണ് LLP. പെമേന്റെ അകത്ത് റെസിഡൻസ് സ്റ്റാറ്റസ് നന്നായിട്ട് പഠിച്ചു വെച്ചോ. പേഴ്സൺ റെസിഡന്റ് ഇന്ത്യ, പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള ഷെഡ്യൂൾസ് പഠിച്ചു വെച്ചോ. പ്രോഹിബിറ്റഡ് ട്രാൻസാക്ഷൻ ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഷെഡ്യൂൾസ് ആയിട്ട് പഠിച്ചു വെച്ചോ. അതർ ദാൻ ഇൻഡിവിജ്വൽസിന്റെ ലിമിറ്റ് ഉണ്ട്, ഇത് തൊട്ട് ചോദിച്ചിട്ടുണ്ട്, എന്നാൽ പോലും ഒന്ന് നോക്കി വെക്കാൻ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് MCQനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഗൈഡ് ഉണ്ട്, അത് വായിച്ച കുട്ടികളാണെങ്കിൽ കംപ്ലീറ്റ്ലി അത് മാത്രം നോക്കുക, കംപ്ലീറ്റ്ലി അതിന് റിലൈ ചെയ്തോളൂ എന്ന് ഞാൻ പറയുന്നു. നെക്സ്റ്റ്, ജനറൽ ക്ലോസിന്റെ അകത്ത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നന്നായിട്ട് പഠിച്ചു വെച്ചോ. മാംഗോ ട്രീന്റെ ക്വസ്റ്റൻ ഉണ്ട്, ടാമൻ ട്രീന്റെ ക്വസ്റ്റൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഗുഡ് ഫെയ്ത്തിന്റെ ക്വസ്റ്റൻ ഉണ്ട്, എഴുതി പഠിച്ചോളൂ. സെക്ഷൻ 9 മുതൽ 13 വരെ ജെൻഡർ അതൊക്കെ പറയുന്ന ഒരു പോയിന്റ്, ഡിസ്റ്റൻസിന്റെ കാര്യമൊക്കെ പറയുന്ന പോയിന്റ്. ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ചോ, താഴെ ഇലസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോടതി അന്ന് പോയപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു, നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലേക്ക് പോകുന്നൊക്കെ പറയുന്ന ഏരിയയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്, വായിച്ച് മനസ്സിലാക്കോ. ടെക്സ്റ്റ് ബുക്കിന് ബാക്കിയുള്ള ക്വസ്റ്റൻസ് നോക്കിക്കോ. എൻ്റെ ഗൈഡ് കേരള മക്കൾ ഗൈഡ് കംപ്ലീറ്റ്ലി പഠിച്ചു വെച്ചോ, സെലക്റ്റീവ് ആയിട്ട് പോകണ്ട. നെക്സ്റ്റ്, ലാസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റേറ്റിൻ്റെ അകത്ത് ലിറ്റർ ഇന്റർപ്രിട്ടേഷനും ലാറ്റിൻ വേർഡ്സ് പഠിച്ചു വെച്ചോ. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റൻസ് ചെയ്തോ. എൻ്റെ ഗൈഡ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി യു ക്യാൻ റിലൈ ഓൺ ദ ഗൈഡ്. അതാണ് എനിക്കിതിൽ പറഞ്ഞു തരാനുള്ളത്. നൗ, ഇമ്പോർട്ടൻറ്റ് പെനാൽറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചോ. പല കുട്ടികളും ചോദിക്കുന്നതാണ്, സാറേ ഇമ്പോർട്ടൻറ്റ് പെനാൽറ്റി ഏതൊക്കെയാണ് നോക്കേണ്ടതെന്ന്. അഗെയിൻ ഐ എം നോട്ട് ഗോയിങ് ടു ഗസ് ഓർ സംതിങ്, ബട്ട് ഐ എം ഫീലിംഗ് ദീസ് ഏരിയസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ലുക്കിംഗ് അറ്റ് ദ ട്രെൻഡ്. 127 ഇതിലാണ് വരിക, ഡിവിഡൻഡ്. 132 ഏതാണ്? അക്കൗണ്ട്സ്. 135 അഗെയിൻ അക്കൗണ്ട്സ്, CSR. 147 ഏതാണ്? ഓഡിറ്റേഴ്സ്. സെക്ഷൻ 99 ഏതാണ്? മീറ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷന്. 86 ചാർജസ്. 447 ഫ്രോഡ്. 392 ഫോറിൻ കമ്പനി. ഈ പെനാൽറ്റീസും മക്കൾ നോക്കി വെച്ചോ. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ട് എക്സാമിന് പോയിക്കോ. ക്ലിയർ ആണോ? ആൻഡ് ലാസ്റ്റ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, മക്കൾ ഓൾ ദ ബെസ്റ്റ്. റിവൈസ് ചെയ്യണം, റീകളക്ട് ചെയ്യണം. റിവൈസ് ചെയ്ത് നോക്കണേ, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് നോക്കണം. റീകളക്ട് ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കണം. റൈറ്റ് ചെയ്യണം, മക്കൾ എഴുതി പഠിക്കണം. ആൻഡ് ഓൾസോ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ MTP ഇറങ്ങിയിട്ടുണ്ടാവും, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോവുക. എക്സാം സിറ്റുവേഷനിൽ ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെ ഒന്ന് അത് എഴുതി നോക്കി പോയിക്കോ. ഓൾ ദ ബെസ്റ്റ്, ആൻഡ് കം അപ്പ് വിത്ത് സക്സസ്.